അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചെറുതുരുത്തി കിള്ളിമംഗലം റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വലിയ മുന്നേറ്റം കഴിഞ്ഞ 9 വർഷം സാധ്യമാക്കിയ നിയോജകമണ്ഡലമാണ് ചേലക്കര. ഇവിടെ ശ്രീ കെ രാധാകൃഷ്ണനും പിന്നീട് ശ്രീ UR പ്രദീപും വികസന കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുകയാണ്. ഏറ്റവും സാധാരണ ജനങ്ങളേറെയുള്ള മണ്ഡലത്തിൽ പശ്ചാത്തല വികസനത്തിന്റെ സ്വാദ് സാധാരണക്കാരിലേക്കും എത്തിച്ചു എന്നതാണ് പ്രത്യേകത. നിങ്ങളുടെ ജനപ്രതിനിധി ശ്രീ UR പ്രദീപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ വികസന പദ്ധതികൾക്കും PWD എല്ലാ പിന്തുണയും അറിയിക്കുകയാണ്. ചെറുതുരുത്തി മുതൽ കിള്ളിമംഗലം വരെയുള്ള 2.6 കിലോമീറ്റർ BMBC നിലവാരത്തിൽ പുനരുദ്ധാരണം നടത്തി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. UR പ്രദീപ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു അവസ്ഥ നമുക്കറിയാം, വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നാട്ടിലെ ആളുകളെല്ലാം യാത്ര ചെയ്തത്. നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഈ റോഡിൻ്റെ പ്രവൃത്തി ഒന്ന് നല്ല നിലയ്ക്കായി കിട്ടില്ലേ, മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ ഇതെല്ലാം പല ചർച്ചയും അന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രിയങ്കരനായ ഇന്നത്തെ MP അന്ന് മന്ത്രിയുള്ള സമയത്ത് അദ്ദേഹം നിരവധി റോഡുകൾ അന്നത്തെ സമയത്ത് ഈ മണ്ഡലത്തിനകത്ത് പ്രപ്പോസൽ കൊടുക്കുകയും പലത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നു. ചിലത് ഞാൻ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ശേഷം വീണ്ടും നടന്നു. അങ്ങനെ ധാരാളം വർക്കുകൾ ഈ മണ്ഡലത്തിനകത്ത് നമുക്ക് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാരത്തോൺ ഓട്ടത്തിലാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനങ്ങൾ നടത്താൻ വേണ്ടി. ഇവിടെ വളരെ മനോഹരമായ ഒരു റോഡ്, ഏകദേശം 3.6 കിലോമീറ്റർ 2.6 സോറി. അപ്പോൾ വളരെ മനോഹരമായ റബ്ബറൈസ്ഡ് റോഡ് ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ മലേശ്യമംഗലത്തായിരുന്നു ഇതുപോലൊരു റോഡിൻ്റെ ഉദ്ഘാടനം നടത്തി. കെ രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതായത് 2 മണി കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുത്താമ്പള്ളി 2 പേര് മരിച്ചു. തിരുവോണം ദിവസം വിഭവസമൃദ്ധമായ ഭക്ഷണം ഹോട്ടലിൽ പോയിട്ട് വെച്ചു, വീട്ടിലെല്ലാം ഓർമ്മയുണ്ടാകും. അങ്ങനെ ഭക്ഷണം പായസം കൂട്ടി 2-3 തരം പായസം കൂട്ടി ഭക്ഷണം കഴിച്ച് ഡ്രൈവ് ചെയ്ത് വരുന്ന 1.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. 1.5 കിലോമീറ്റർ. ആ സമയങ്ങളിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഉറങ്ങി. നേരെ കൊണ്ടുപോയി ഒരു മരം ചുറ്റിയൊരു മതിൽ പണിയുണ്ട്. ആ മതിൽ മരിച്ചു. 2 പിള്ളേരും മരിച്ചു. അയാളുടെ ഭാര്യയും മരിച്ചു, അയാളുടെ അമ്മയും മരിച്ചു. അപ്പോൾ ഇത് ഇന്നലെ മരണകാരണം ഉറങ്ങി വന്നു 2 മണിക്ക് ശേഷം. അപ്പോൾ ഈ 2 മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ച് നല്ല ഫിറ്റായി എന്ന് പറയാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയുമ്പോൾ ഏത് മനുഷ്യനും ക്ഷീണമാണ്. AC-യിലേക്ക് ഞാൻ കയറിയിരിക്കും. AC ഇട്ട വണ്ടിയായിരിക്കില്ല. AC-യിൽ കയറിയിരുന്നാൽ ഞാൻ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോകും. ഒരു ചെറിയ നിമിഷം വരില്ല, ഒന്ന് കണ്ണടച്ചാൽ മതി. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല, കൊണ്ടിരിക്കുക. അങ്ങനെയാണ് മരിച്ചത്. അപ്പോൾ ഈ 2 മണിക്കും 3 മണിക്കും അല്ലെങ്കിൽ 1 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം ഒരു ക്രൂഷ്യലായിട്ട്. നേരത്തെ നമ്മുടെ കേരളത്തിൽ കൂടുതൽ മരണം ഉണ്ടായിരുന്നത് പുലർച്ചെ 4 മണിക്കും 6 മണിക്കും ഇടയിലായിരുന്നു. കാരണം എന്താ, രാത്രി മുഴുവൻ വണ്ടി ഓടിക്കും. ഞാനിത് ഇവിടെ പറയേണ്ടതല്ല, എങ്കിൽ പോലും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാകും. 4 മണിയാകുമ്പോൾ പുലർച്ചെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം മുഴുവൻ ഓടിച്ച് അവസാനം ഒരു കണ്ണടയുന്ന സ്ഥിതി. ആ സമയത്ത് കൊണ്ടിട്ടാണ് ഇടിച്ച് മരണവും അതിൻ്റെ അപകടം പ്രശ്നം. അപ്പം നമ്മുടെ റോഡുകളിൽ അപകടങ്ങൾ കൂടുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാഗേഷ്, വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സ്മിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.